ഇതേപോലെ കപ്പ കുറച്ച് കിട്ടിയിട്ടുണ്ട്. വേണ്ട, നല്ല സൂപ്പർ കപ്പയാണ്. അതുകൊണ്ട് ഒരു ചെറിയ കപ്പ ബിരിയാണി വെക്കാം നമുക്ക്. ഇത് എല്ല് കിട്ടിയിട്ടുണ്ട്, നല്ല ഒന്നാന്തര നെല്ല് കണ്ടോ. ആയി കുത്തി ഊർന്ന ഒരു കപ്പ ബിരിയാണി വെക്കാം. ഞാൻ കാണിക്കാം കപ്പ ബിരിയാണി വെക്കുന്നത് എങ്ങനെയാണ്. നമ്മൾ ഇനി ചേർക്കാനുള്ള സാധനങ്ങൾ എന്നാണെന്നറിയാമോ? ഞാൻ എടുത്തിരിക്കുന്നത് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് മീറ്റ് മസാല. സുഭിക്ഷത്തിൻ്റെ മീറ്റ് മസാല അത് നമ്മൾ ചേർക്കത്തു. സുഭിക്ഷത്തിൻ്റെ ഇത് കേട്ടോ, ഇതാണ് നമുക്ക് ഇഷ്ടം. ഇത് ഏറ്റവും നല്ലതാണ് ബിരിയാണിക്ക്. ഇത്രയും കൂടി ഇനി ഞാൻ വഴറ്റാൻ പോവുക. കപ്പ ബിരിയാണി വെക്കണമല്ലോ. അപ്പോൾ കപ്പയ്ക്കുള്ള ചേരുവകളാണ് ഞാൻ എടുക്കുന്ന ചേരുവകളാണ് കേട്ടോ. ഞാനിതൊക്കെയാണ് എടുക്കുന്നത്. തേങ്ങ, മഞ്ഞൾപ്പൊടി ആവശ്യത്തിന്, ഇതാ ഒരു 4-7 പച്ചമുളക്, ആവശ്യത്തിന് കരിയാപ്പല, ഒരു 3 ചുള വെളുത്തുള്ളി. ഇത് ഇത്രയും സാധനം കപ്പയ്ക്കുള്ളതാണ്. പിന്നെ എല്ലിനുള്ളത് ഇഞ്ചി കൊത്തി എരിഞ്ഞത്, കരിവേപ്പില, പിന്നെ സബോള, 2-3 വെളുത്തുള്ളി ചെറിയ തോതിൽ അരിഞ്ഞത്, ഇത്രയും സാധനം. പിന്നെ വഴറ്റാനായിട്ട് ഞാൻ എടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. ഞാൻ ഒഴിക്കുക അതിൻ്റെ അകത്തേക്ക്. ഇച്ചിരി കടുക് ഇടുകയാണേ. ഇത് വഴറ്റാനുള്ള സാധനമാണ്. സബോള അതിൻ്റെ അകത്തേക്ക് ആദ്യം നമ്മൾ സബോള ഇട്ട് കൊടുക്കുകയാണ്. സബോള മൂക്കാനായിട്ട് ഒരു സ്വല്പം ഉപ്പ് കേട്ടോ, ഒരു സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. പെട്ടെന്ന് സബോള നമുക്ക് കുറെ മൂത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചി അരിഞ്ഞ് വെച്ചത് നമ്മൾ ഇടുവാണ്. പിന്നെ കുറച്ച് കരിയാപ്പില ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇടുവാണ്. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി അത് ലേശം മതി നമുക്ക്, അതും ഇട്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പം നമുക്ക് നന്നായിട്ട് ഇത് വഴന്ന് ആവശ്യത്തിന് വഴന്നില്ല. നമ്മളിതിൻ്റെ അകത്തേക്ക് ഇതേ മല്ലിപ്പൊടി, മുളക് പൊടിയും കൂടി ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മുളക് പൊടി മല്ലിപ്പൊടി ചേർത്ത് ഇനി ഇതിൻ്റെ അകത്തേക്ക് മീറ്റ് മസാല അത് നമ്മൾ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം. അപ്പം ഞാൻ ഇനി ബിരിയാണി ആയിക്കഴിഞ്ഞ് നിങ്ങളെ ഞാൻ കാണിക്കാം. എല്ലാം നമ്മൾ കഴുകി വാരി നമ്മൾ നല്ല ഒന്നാന്തരമായിട്ട് എല്ലാം കഴുകുന്നില്ല, അടിപൊളി എല്ലാം കണ്ടോ. നമ്മൾ കുക്കറിൻ്റെ അകത്തേക്ക് ആക്കുവാണേ. വഴറ്റി വെച്ചേക്കുന്ന സാധനമെല്ലാം നമ്മൾ കുക്കറിൻ്റെ അകത്തേക്ക് ഇടുവാണേ. അത് നമ്മളൊന്ന് നല്ല സെറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വെള്ളം ഒന്നും ഒഴിക്കല്ലേ, വെള്ളം ഒഴിക്കാതെയാണ്. വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണേ. ഉപ്പിടുക, 1 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വെന്ത് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേ. ഉപ്പിടുവാണേ, ഉപ്പിട്ടേ നമ്മുടെ എല്ലാം നല്ലതായേ ഇടുവാണേ. എല്ലാം നമുക്ക് റെഡിയായി. ഇനി ഇത് അടുപ്പിലേക്ക് വെച്ച് ഒന്ന് 10 മിനിറ്റ് ഒന്ന് റെഡി ആകുമ്പോഴത്തേക്ക് അപ്പം നമ്മുടെ കപ്പ ബിരിയാണി സെറ്റായിട്ടുണ്ട്. ഇതാണ് കപ്പ ബിരിയാണി നമ്മുടെ ഉണ്ടാക്കിയത്. കപ്പിന് തീർന്നുണ്ടേ, തിന്നുന്നുണ്ടേ.